CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി. ഇവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് ഓഫീസ് ഉപരോധിച്ചു. പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന PT അരുൺകുമാർ അനുസ്മരണ സമ്മേളനം നടത്തി. PT അരുൺകുമാർ സ്മാരക സംസ്ഥാന സാഹിത്യ പുരസ്കാരം AV ആന്റണിക്ക് MP രാജേഷ് MP സമ്മാനിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ക്ഷീരസംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനവും നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി ഉയർന്നത്. ഇവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോളേജ് ഓഫീസ് ഉപരോധിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത്. കോളേജ് കോമ്പൗണ്ടിൽ വെച്ചായിരുന്നു സംഭവം. ഇതിനിടെ തലകറങ്ങി വീണ വിദ്യാർത്ഥിനിയെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിച്ചത്. വിദ്യാർത്ഥിനിയെ റാഗിംഗ് ചെയ്ത മുഴുവൻ ആളുകളെയും കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നാണ് SFIയുടെ ആവശ്യം. ഉപരോധ സമരം SFI ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ ക്ലാസ് തുടങ്ങിയ നാൾ മുതൽ തന്നെ ഈ രൂപത്തിൽ ചെറിയ രൂപത്തിലുള്ള മോശമായിക്കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ടാണ് ഇന്ന് വളരെയധികം ക്രൂരമായിക്കൊണ്ട് തന്നെ ഒരു വിനോദമായിക്കൊണ്ടാണ് ചില ആളുകൾ ഇതിനെ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇന്ന് ഈ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുണ്ട്. നമ്മുടെ ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് ഇയറിലെ വിദ്യാർത്ഥി. ഇവിടുത്തെ അധികാരികൾ ഇനിയെങ്കിലും ആ വിദ്യാർത്ഥിയെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തയ്യാറാകണം. ഇവിടുത്തെ ഫസ്റ്റ് ഇയേഴ്സിന് ആ വിദ്യാർത്ഥിയെ വലിയ രൂപത്തിലുള്ള പരിചയം ഉണ്ടാകില്ല. ആ വിദ്യാർത്ഥിയെ ഇവിടുത്തെ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും വളരെ കൃത്യമായി കൊണ്ട് തന്നെ അറിയാം. ഈ ക്യാമ്പസിലെ SFIക്കാരുടെ, ഈ ക്യാമ്പസിലെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള, ഈ ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ തല അടിച്ചു പൊട്ടിച്ച കേസിന്റെ ഭാഗമായിക്കൊണ്ട്, അവരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് 308 എന്ന വകുപ്പിട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി ഇവിടെ ഒറ്റപ്പാലം സെൻട്രൽ ജയിലിനകത്ത് 7 ദിവസത്തോളം ജയിലിൽ കടന്നിട്ടുള്ള ആളാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥി. എന്ന് പറയാൻ വേണ്ടി കഴിയില്ല, ഒരു വിദ്യാർത്ഥി ക്രിമിനൽ എന്നേ പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആ ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ രൂപത്തിലുള്ള ഒരു റാഗിംഗ് ഈ ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ളത്. നീരജ്, മണികണ്ഠൻ, നിധിൻ തുടങ്ങിയവർക്ക് നേതൃത്വം നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും SFI പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. CCN ന്യൂസ്, പട്ടാമ്പി. പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിത്വമായിരുന്ന PT അരുൺകുമാർ അനുസ്മരണ സമ്മേളനം നടത്തി. സമ്മേളനം MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. PT അരുൺകുമാർ സ്മാരക സംസ്ഥാന സാഹിത്യ പുരസ്കാര സമർപ്പണം ചെറുകഥാകൃത്ത് ആന്റണി AVക്ക് നൽകി MP രാജേഷ് MP നിർവഹിച്ചു. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ അരുൺകുമാർ ഒത്തുള്ള അനുഭവങ്ങൾ MP രാജേഷ് MP പങ്കുവച്ചു. ഒറ്റപ്പാലം NSS കോളേജിലെ ഒരുമിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ കാഴ്ചകൾ MP ഓർമ്മിച്ചെടുത്തു. അപൂർവമായിട്ട് ചില SFI സ്ഥാനാർത്ഥികൾ ജയിച്ചു പോവുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യൂണിയൻ ആകെ SFI ജയിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായിട്ട് അരുൺ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് തന്നെ അരുണിന് അന്ന് SFIക്ക് സ്വാധീനമില്ലാതിരുന്നൊരു ക്യാമ്പസിൽ അതിനതീതമായ, അതിലുപരിയായി വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായിരുന്ന ഒരു അംഗീകാരത്തിൻ്റെ തെളിവായിരുന്നു. ഞാൻ വളരെ ദീർഘമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല. KEനും GPയൊക്കെ ഉണ്ടെന്നുണ്ട്. അരുണുമായിട്ടുള്ള ചില വ്യക്തിപരമായ ഓർമ്മകൾ പങ്കുവെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
അന്ന് ആ വിജയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയില്ല. 26 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് SFI കോളേജ് യൂണിയൻ ചെയർമാൻ ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. അതുവരെ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്തൊരു സീറ്റാണ്. അപ്പൊ അത് ആ യൂണിയന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഒരുപക്ഷെ കോളേജിൽ അതുവരെ ഇല്ലാത്ത ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു ആ കോളേജ് യൂണിയൻ പ്രവർത്തനം എന്ന്. വൈവിധ്യമാർന്ന ധാരാളം പരിപാടികൾ ആ കോളേജ് യൂണിയന് അന്ന് സംഘടിപ്പിക്കാൻ കഴിയും. സുകുമാർ അഴീക്കോടും ONVയും ബിഷപ്പ് പൗലോസ് മാർ പൗലോസും അങ്ങനെ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകരും ചിന്തകരുമെല്ലാം ആ കോളേജ് യൂണിയൻ വേദി അന്ന് അണിനിരന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാന കാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ, ആ കാലത്ത് സീനിയറായിട്ടും ജൂനിയറായിട്ടും പഠിച്ച 2 സുഹൃത്തുക്കൾ ഇന്നില്ല എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഒന്ന് അരുണാണ് എങ്കിൽ മറ്റൊന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകാരന്മാരിൽ ഒരാളായിരുന്ന രാജൻ കൃഷ്ണനാണ്. രാജൻ കൃഷ്ണന്റെ 2 വർഷം സീനിയറായിട്ടാണ് പഠിച്ചത്. വി ശശികുമാർ അധ്യക്ഷനായിരുന്നു. പരിപാടിയിൽ പുരസ്കാര പ്രഖ്യാപനം PS വിജയകുമാർ നിർവഹിച്ചു. സാംസ്കാരിക പ്രഭാഷണം KN കുഞ്ഞഹമ്മദ്, GP രാമചന്ദ്രൻ എന്നിവർ നടത്തി. ചെയർമാൻ മുഹമ്മദ് സലീം, K സുന്ദരരാജൻ, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയദേവൻ, V രമേശൻ, വാസുദേവൻ, K ബദറുനിസ, ഫസൽ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. CCN ന്യൂസ്, പെരിന്തൽമണ്ണ. ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ക്ഷീരസംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്ത് ബ്ലോക്ക് തല ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം MLA P ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പരിധിയിലെ 26 ക്ഷീരസംഘങ്ങൾ, ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ക്ഷീരകർഷക സംഗമം സംഘടിപ്പിച്ചത്. കന്നുകാലി പ്രദർശനം, ക്ഷീരശാസ്ത്ര പ്രശ്നോത്തരി, ക്ഷീരവികസന സെമിനാർ, പൊതുസമ്മേളനം, കർഷകരെ ആദരിക്കൽ, മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് സംഗമം നടന്നത്. പൊതുയോഗം P ഉണ്ണി MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷക മേഖലയിൽ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ടെന്ന് P ഉണ്ണി പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളുടെ ആശ്രയമില്ലാതെ നമുക്ക് ആവശ്യമായ പരിശുദ്ധ പാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് നാം എത്തേണ്ടതുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്പോഴും അയൽ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന അവരവരുടെ സഹായം നേടേണ്ട അവസ്ഥയാണ്. പലതരം പാലുകളാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സ്വയം സമ്പൂർണത വരുത്താനും വേണ്ടിയുള്ള പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്യാശ്രയമില്ലാതെ തന്നെ നമുക്ക് ആവശ്യമായ ഏറ്റവും പരിശുദ്ധമായ പാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ക്ഷീര വ്യവസായ മേഖല കടന്നു ചെല്ലേണ്ടതുണ്ട്. അതിനാവശ്യമായ രീതിയിലുള്ള ക്ഷീരസംഘം പശുവിനെ വളർത്തുമ്പോൾ ആ വളർത്താനാവശ്യമായ ചെലവിൻ്റെ ചുരുക്കം, കാലിത്തീറ്റയുടെ വില കുറവ്, ഒരുപാട് സൗകര്യങ്ങൾ പശുവിനെ വളർത്തുന്ന കൃഷിക്കാരായിട്ടുള്ള ക്ഷീര കൃഷിക്കാരായ ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന പാല് ഏറ്റുവാങ്ങാൻ ആവശ്യമായ ക്ഷീര സഹകരണ സംഘങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പാലുൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഷൊർണൂർ MLA PK ശശിയും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് മിൽമ വിറ്റഴിക്കുന്ന പാൽ 14 ലക്ഷം 15 ലക്ഷത്തോളം വരും. ഇതിന്റെ ഒരു അരിതമെറ്റിക് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അരിതമെറ്റിക് കാണാം. 8-9 ലക്ഷം ലിറ്റർ പാൽ കൃഷിക്കാരിൽ നിന്ന് മിൽമ സംഭരിക്കുന്നു. വിറ്റഴിക്കുന്ന പാലിന്റെ അളവ് എന്ന് പറയുന്നത് 14 ലക്ഷമോ 15 ലക്ഷമോ വരും. എന്താണ് ഈ അരിതമെറ്റിക്?
ബാക്കി ഇവിടെ വിറ്റഴിക്കുന്ന മിൽമ വിറ്റഴിക്കുന്ന പാൽ എവിടെ നിന്ന് വരുന്നതാ? അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ്. ഈ അവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കണം. അന്യ സംസ്ഥാനത്ത് നിന്നൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഇവിടെ മിൽമ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ അഭിമാനമായ ഒരു സ്ഥാപനം തന്നെയാണ്. നല്ല വളർച്ച കൈവരിക്കാൻ ആ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മിൽമ നിർബന്ധമായും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖല അതിന്റെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുക എന്നതിന് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്ന ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സംബന്ധിച്ച് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ശ്രീമതി അനുപമ ചില കാര്യങ്ങൾ ഇവിടെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചടങ്ങിൽ ക്ഷീരശ്രീ സുവനീർ പ്രകാശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CN ഷാജു ശങ്കർ, ഷീബ പാട്ടത്തൊടി, K മജീദ്, K അംബുജാക്ഷി, MK ദേവി, ജ്യോതിവാസൻ, K ശാരിക, K ശാന്തകുമാരി, T നീലകണ്ഠൻ, U അച്യുതൻ, K നാപ്പൻകുട്ടി, ബിജു ജോസ് എന്നിവർ സംസാരിച്ചു. CCN ന്യൂസ്, ശ്രീകൃഷ്ണപുരം. ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജു ശങ്കർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ ശ്രീകൃഷ്ണപുരം സംഘത്തു നിന്നും പ്രധാനമായും മറ്റിതര പ്രദേശങ്ങളിൽ നിന്നും എല്ലാം നമ്മുടെ കൃഷിക്കാർ അവരുടെ പശുക്കളെ കൊണ്ടുവന്ന് നല്ലൊരു പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ ഈ ക്ഷീര കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാരമാർഗങ്ങളും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണവും വിശകലനവുമെല്ലാം നടക്കേണ്ട അവസരമാണ്. ശ്രീകൃഷ്ണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് MV അയ്യപ്പൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM നാരായണൻ മാസ്റ്റർ, T രാമചന്ദ്രൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K ശാന്തകുമാരി, BC ഉണ്ണികൃഷ്ണൻ, AP ബഷീർ, K രാജയ്യൻ, K രാധാകൃഷ്ണൻ, M കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. കന്നുകാലി പ്രദർശനത്തിൽ 114 പശുക്കളെ പങ്കെടുപ്പിച്ചു. 2 HS പശുക്കൾ, വെച്ചൂർ, സുനന്ദിനി, ജേഴ്സി, ഗുജറാത്തി, ഗിർ പശു, നാടൻ പശുക്കൾ എന്നീ ഇനത്തിൽപ്പെട്ട പശുക്കൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. CCN ന്യൂസ്, കടമ്പഴിപ്പുറം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ കാണാം.